മെറ്റൽ ക്വാണ്ടം ഇക്വേഷൻസ് മുഴുവനും സോൾവ് ചെയ്ത് സ്റ്റേഷൻ ഉണ്ടാക്കി ഞാൻ നിന്റെ കുടുംബത്തെയും ബാക്കിയുള്ള മനുഷ്യരെയും ഞാൻ രക്ഷിക്കും, ഇതിന്റെ വാക്കാണ് എന്നൊക്കെ പ്രൊഫസർ ബ്രാൻഡ് പറയുന്നു. അങ്ങനെ അവസാനം കൂപ്പർ ആ മിഷന് ജോയിൻ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ കൂപ്പറിന്റെ മകളായ മർഫിക്ക് ഇതൊന്നും ഇഷ്ടമായില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിൽ കയറി വാതിലടക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം കൂപ്പർ മിഷനിൽ ജോയിൻ ചെയ്യാൻ പോകാൻ നേരം കൂപ്പർ മർഫിയുടെ റൂമിൽ ചെന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ കൂപ്പർ, നീ കണ്ടതല്ലേ അവർ എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ മർഫി, ഇത് നോക്കച്ച, ആ ഷെൽഫിൽ നിന്ന് കിട്ടിയ വാക്ക് ഞാൻ ഡീകോഡ് ചെയ്തപ്പോൾ അതിൽ സ്റ്റേ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ പോവാൻ പാടില്ല എന്നല്ലേ അർത്ഥം, പ്ലീസ് അച്ഛ പോവരുത് എന്നൊക്കെ മർഫി അയാളോട് പറയുന്നു. എന്നാൽ കൂപ്പർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശേഷം അവളുടെ കയ്യിൽ ഒരു വാച്ച് നൽകിക്കൊണ്ട് കൂപ്പർ, ഈ ഒരു വാച്ച് എന്റെ വാച്ചുമായിട്ടുള്ള സമയം സെയിം ആണ്. എന്നാൽ ഞാൻ ബ്ലാക്ക് ഹോളിന്റെ അടുത്തെത്തിയാൽ സമയം പതിയെ സഞ്ചരിക്കും. എന്നാൽ ഇവിടെ നിനക്ക് സമയം സ്പീഡിൽ തന്നെയായിരിക്കും. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് സെയിം ഏജ് ആയിരിക്കും എന്നൊക്കെ കൂപ്പർ മർഫിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഇതും കേട്ടത് മർഫി വീണ്ടും സങ്കടപ്പെടുന്നു. കാരണം അച്ഛൻ എപ്പോൾ തിരിച്ചു വരുമെന്ന് അച്ഛന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരയുന്നു. ഇനി മകളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തോടെ കൂപ്പർ അവിടെ നിന്നും ഇറങ്ങുന്നു. അപ്പോൾ ആ ബുക്ക് ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് താഴേക്ക് വീഴുന്നു. ആ ബുക്ക് വീഴുന്നത് കൂപ്പർ കാണുന്നുണ്ടെങ്കിലും അയാൾ അത്